പ്രസിഡന്റായ ശ്രീ AR വിദ്യാസാഗർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യേട്ടൻ, വേദിയിൽ സ്വാഗതം ആശംസിച്ച മത്സ്യത്തൊഴിലാളി സംഘിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ബാബുവേട്ടൻ, ഭാരതീയ മസ്ദൂർ സംഘിന്റെ കൊടുങ്ങല്ലൂർ മേഖലാ സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണേട്ടൻ, ഇവിടെ കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ, നമസ്കാരം. ഭാരതീയ മസ്ദൂർ സംഘ് ഭാരതത്തിന്റെ ദേശീയ ബോധമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ടെങ്കിഡ്ജി ഭാരതീയ മസ്ദൂർ സംഘ് എന്ന മഹാപ്രസ്ഥാനത്തെ പടുത്തുയർത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണ്, മറ്റുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ പോലെ നിങ്ങൾ ദേശീയ തൊഴിലാളി ദിനമായി തെരഞ്ഞെടുക്കുന്നത് മെയ് 1 തന്നെയാണോ എന്നുള്ളത്. സർവ്വദേശീയ തൊഴിലാളി ദിനമായി എല്ലാ ട്രേഡ് യൂണിയനും ഇവിടെ മെയ് 1 എന്ന ഒരു ദിവസത്തെയാണ് എടുക്കാറ്. പക്ഷെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ശ്രീ ടെങ്കിഡ്ജി അന്ന് പറയുകയുണ്ടായി, വിശ്വകർമ്മ ജയന്തി ദിനത്തിലാണ് ഭാരതീയ മസ്ദൂർ സംഘ് ദേശീയ തൊഴിലാളി ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഭാരതീയ ദർശനങ്ങളിൽ ഈശ്വരീയമായ എല്ലാ കാര്യങ്ങളും, എല്ലാ നിർമ്മിതികളും തുടങ്ങിയിട്ടുള്ളത് വിശ്വകർമ്മ ദേവന്റെ അദ്ദേഹത്തിന്റെ കഥകളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ നിർമ്മിതികളാണ് ഭാരതത്തിൽ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുള്ളത്. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും തൊഴിലിന്റെയും ദേവനായ ശ്രീ വിശ്വകർമ്മ ദേവന്റെ ജന്മദിനത്തിലാണ് നമ്മൾ ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്നത്. എല്ലാ തരത്തിലും ദേശീയത ഉയർത്തിക്കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ടെങ്കിഡ്ജി അത് ചെയ്തത്. ഭാരതീയ മസ്ദൂർ സംഘ് അന്ന് തുടങ്ങുന്ന സമയത്ത് ഒരാൾ പോലും, ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ തുടങ്ങിയ പ്രസ്ഥാനം അന്ന് ഉയർത്തിവിട്ട വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ 2021 സെപ്റ്റംബർ 17 എന്ന ദിവസം വന്നപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഈ ലോകത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി ഭാരതീയ മസ്ദൂർ സംഘ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥാപക നേതാവായ ടെങ്കിഡ്ജി എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഒരു ചരടിൽ മാല കോർക്കുന്ന അതേ ലാഘവത്തോടും ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി അദ്ദേഹം അന്ന് കെട്ടിയ ആ മാല അനുദിനം മുത്തുകൾ പുതിയതായി കൂടിച്ചേർന്നുകൊണ്ട് വലിയൊരു മാലയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ദുഃഖത്തിന്റെയും ഒരു വാർത്തയുണ്ട്, സന്തോഷത്തിന്റെയും ഒരു വാർത്തയുണ്ട്. സന്തോഷത്തിന്റെ വാർത്ത വിദ്യാർത്ഥൻ നേരത്തെ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ 71ാം പിറന്നാളാണ്. ഭാരതീയ മസ്ദൂർ സംഘിന്റെ ഔദ്യോഗിക പേജുകളിലും ട്വിറ്റർ അക്കൗണ്ടുകളിലുമെല്ലാം അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഫേസ്ബുക്കിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ട ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദീർഘായുസിന് വേണ്ടി മത്സ്യത്തൊഴിലാളി സംഘിന് വേണ്ടി ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ പുഴയോരത്ത് നിൽക്കുമ്പോഴാണ് ആ ദുഃഖ വാർത്തയും എന്റെ മനസ്സിലേക്ക് വന്നത്. ഇന്ന് സെപ്റ്റംബർ 17 പരുമല കോളേജിൽ ABVP-യുടെ 3 ചെറുപ്പക്കാർ, ക്രൂരന്മാരായ CPM-കാർ, CITU-കാർ, അങ്ങനെ തന്നെ പറയണം. കാരണം ABVP-യുടെ പ്രവർത്തകർ കോളേജിൽ SFI പ്രവർത്തകരുമായി ഉണ്ടായ സംഘർഷം, അത് കോളേജിനകത്ത് തീരേണ്ടുന്ന സംഘർഷത്തെ പരുമല കോളേജിന്റെ ഒരു വശത്തുകൂടെയാണ് പമ്പയാർ ഒഴുകുന്നത്. ആ പമ്പയാറിലേക്ക് ഇവരെ തള്ളിയിടുകയും ഈ 3 വിദ്യാർത്ഥികൾ മറുകരയിലേക്ക് നീന്തുകയും അവർ നീന്തിയെത്തുന്നതിന് മുൻപ് അവിടെയുണ്ടായിരുന്ന CITU തൊഴിലാളികൾ ഇഷ്ടികയും കല്ലും ഉപയോഗിച്ച് ആ നീന്തി തളർന്നു വരുന്ന വിദ്യാർത്ഥികളെ ആ പമ്പയാറിൽ മുക്കിക്കൊന്ന ഒരു ദിവസം കൂടിയാണ് സെപ്റ്റംബർ 17.
അത്രയ്ക്ക് ക്രൂരന്മാരായ ചോരക്കൊതിയന്മാരായ CITUക്കാരുള്ള നാടാണ് കേരളം. ഈ കേരള നാട്ടിൽ നമുക്കറിയാം, തൊഴിലാളികളുടെ അപ്പോസ്തലന്മാരെന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും എന്നാൽ തൊഴിലാളി സ്നേഹം കപടമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പെരുമാറുകയും തൊഴിലാളി സ്നേഹം നടിച്ച് മറ്റുള്ള തൊഴിലാളികളെ അവരുടെ തൊഴിലിടങ്ങളിൽ സന്ദർശിച്ച് ഞങ്ങളുടെ യൂണിയനിൽ ചേരണം, ഞങ്ങളുടെ യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരുടെ യൂണിയനിൽ ചേർക്കുകയും ഒടുവിൽ ആ തൊഴിലാളികളുടെ എത്ര രൂപ വേതനം കിട്ടിയാലും അതിന്റെ 60% യൂണിയൻ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട തൊഴിലാളികളുടെ ഇടയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാകും, ഞാൻ KSEB-യിലാണ് ജോലി ചെയ്യുന്നത്. ആ KSEB-യിലെ CITU തൊഴിലാളികളുടെ അവസ്ഥ എനിക്കറിയാം. ഒരു മാസം അവർ പറയുന്ന രീതിയിലുള്ള പിരിവുകൾ നടത്താൻ വേണ്ടി മാത്രം അവർക്ക് ചെലവാകുന്നത് ശമ്പളത്തിന്റെ 15%. CITU ഇറക്കുന്ന മാസിക വാങ്ങണം, അവർ നടത്തുന്ന പത്രം വാങ്ങണം, അവർ പറയുന്ന ആളുകൾക്ക് സഹായങ്ങൾ നൽകണം, അവരുടെ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകണം, ഇലക്ഷൻ വന്നാൽ ഇലക്ഷൻ ഫണ്ട് നൽകണം. അവസാനം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച, വർഷങ്ങളോളം കാത്തിരുന്നതിന് ശേഷം പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണത്തിൽ കിട്ടിയ ശമ്പളം എത്രയാണോ കൂടുതൽ കിട്ടിയത്, അത് 5000 കൂടിയ ആൾക്കാരുണ്ട്, 7000 കൂടിയ ആൾക്കാരുണ്ട്, 20000 കൂടിയ ആൾക്കാരുണ്ട്, 30000 കൂടിയ ആൾക്കാരുണ്ട്, 50,000 1 ലക്ഷം കൂടിയ ആൾക്കാരുണ്ട്. പക്ഷെ ഈ കൂടിയ ശമ്പളം ആദ്യം കിട്ടുന്ന ശമ്പളം കൊടുക്കണം CITU. ഇതാണ് അവരുടെ തൊഴിലാളി സ്നേഹം. ഈ തൊഴിലാളി സ്നേഹികളെയാണ് നമ്മൾ കേരളത്തിൽ അവിടെ ഇങ്ങനെ നടന്ന് കാണാം. പക്ഷെ അവർ തൊഴിലാളി സ്നേഹികളോ തൊഴിലാളികളുടെ അപ്പോസ്തലന്മാരോ എല്ലാ തൊഴിലാളികളുടെ വർഗവഞ്ചകരാണ്. അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് പലരും ഭാരതീയ മസ്ദൂർ സംഘിന്റെ പതാകവാഹകരായി നമ്മളോടൊപ്പം ചേർക്കാനായി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. KSEB-യിലെ തന്നെ തൊഴിലാളികൾ ഇപ്പോൾ ഭാരതീയ മസ്ദൂർ സംഘിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റുള്ളവർ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കാം. അത് BSNL ആണ്. BSNL-ലെ പൂട്ടിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി മുന്നിട്ടിറങ്ങുന്നവരാണ് കാണുന്നത്. നമുക്കറിയാം, നമ്മൾ നോക്കി കാണുമ്പോൾ ശരിയാണ്, BSNL ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ്. പക്ഷെ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ BSNL-നകത്തുള്ള തൊഴിലാളികൾ 63% വരുന്നത് CITU-യിൽ നിന്നാണ്. ഈ CITU ചതിച്ചതിന്റെ പേരിൽ മാത്രമാണ് 426 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം വർദ്ധിപ്പിക്കണം എന്ന കാരണം, ഒരു തുച്ഛമായ കാരണം നൽകിക്കൊണ്ട് ആ വർധനവ് പിൻവലിക്കാൻ വേണ്ടി എല്ലാ തൊഴിലാളികളും സംഘടിച്ച് 60% തൊഴിലാളികളും സംഘടിച്ച് ഒപ്പിട്ട് കൊടുത്തു CITU. 428 രൂപ എന്ന തുച്ഛമായ സംഖ്യയ്ക്ക് വേണ്ടി നല്ലൊരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് ഒരാൾ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് 50,000 മേടിച്ച് BSNL-ൽ നിന്ന് പോരേണ്ടി വന്നപ്പോൾ അന്ന് ആ തൊഴിലാളി പാക്കേജ്, ശമ്പള പാക്കേജ് അംഗീകരിക്കുകയായിരുന്നെങ്കിൽ 1.25 ലക്ഷം രൂപ കിട്ടേണ്ടിയിരുന്ന തൊഴിലാളിക്ക് കിട്ടിയത് 50,000-ആണ്. BSNL എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ BMS-നെ ഉൾപ്പെടുത്തേണ്ട. BMS അതിൽ വളരെ താഴെയാണ്. CITU എന്ന തൊഴിലാളി സംഘടനയാണ് കേരളത്തിൽ BSNL-ന്റെ ഓരോ നിലയങ്ങളും ഇതുപോലെ താറുമാറാക്കി. ഇവർ ആറ്റുമാറ്റ് കൊണ്ടു നടന്നിരുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, KSRTC. ഒരു KSRTC സ്റ്റാൻഡിലേക്ക് KSRTC ബസ്സിലിരുന്ന് നമ്മൾ ആ സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് എന്താണ്? ഒരു CITU-ന്റെ പാർട്ടി ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത് പോലെയാണ് നമുക്ക് തോന്നാറ്. അവരുടെ ചുവന്ന കൊടിയും അവരുടെ ബാനറുകളും മാത്രം നിറഞ്ഞു നിന്നിരുന്ന KSRTC ബസ് സ്റ്റാൻഡുകൾ പയ്യെ മാറി തുടങ്ങി. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങി ഓരോ ബസ് സ്റ്റാൻഡിലും ഓരോ വശത്ത് ഓരോ സൈഡിലായിട്ട് നമ്മുടെ കൊടി കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഏറ്റവും മുഖ്യമായ മേഖലകളൊക്കെ CITU-യും AITUC-യും കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഒരു മുളയോ പഴയോ എന്തെങ്കിലും ഒരു കമ്പിക്കഷ്ണമോ എടുത്തുകൊണ്ട് അവിടെ BMS-ന്റെ ഒരു കൊടി സ്ഥാപിച്ചു. ആ കൊടി സ്ഥാപിച്ച തൊഴിലാളികളെ പല രീതിയിൽ അവർ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും അതിൽ പതറാതെ പിടിച്ചു നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ റഫറണ്ടത്തിൽ ഭാരതീയ മസ്ദൂർ സംഘ് നമ്മൾ അംഗീകാരം നേടി. KSRTC-യിൽ അംഗീകാരം നേടുന്ന 4ാമത്തെ യൂണിയനായി നമ്മൾ. ഭാരതീയ മസ്ദൂർ സംഘ്
അതിന്റെ പ്രവർത്തനങ്ങൾ ഔഷധി എന്ന സ്ഥാപനത്തിൽ തുടങ്ങിയപ്പോൾ ഒരുപാട് എതിർപ്പുമായി ഇവർ മുന്നോട്ട് വന്നു. മനോജ് കുമാർ എന്ന ഔഷധിയിലെ ഒരു ജീവനക്കാരൻ ഭാരതീയ മസ്ദൂർ സംഘിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയും അദ്ദേഹം ആവേശത്തോടുകൂടി ഒരു കൊടി അവിടെ കുത്തുകയും ചെയ്തു. ആ കൊടി കുത്തിയതിന്റെ പേരിൽ മനോജ് കുമാറിനെ സംഘം ചേർന്ന് മർദ്ദിച്ച CITU-കാരൻ അവന്റെ 2 കാലുകൾ തല്ലിയൊടിച്ചിട്ടാണ് ആശുപത്രിയിലേക്ക്. അതിനുശേഷം നടന്ന റഫറണ്ടത്തിൽ ഔഷധിയിൽ നമ്മൾ ഒന്നാമതെത്തി. നമ്മൾ അടികൊള്ളുമ്പോൾ മുന്നോട്ട് പോകുന്നവരാ. അടിച്ചൊതുക്കാമെന്ന് നോക്കിയിട്ടുള്ള CITU-കാർ പിന്നീട് കാവിഷോളണിഞ്ഞ് നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. ആ കാഴ്ച നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതീയ മസ്ദൂർ സംഘിനെ ഏതെങ്കിലും രീതിയിൽ തോൽപ്പിക്കാമെന്ന വ്യാമോഹം CITU-നും AITC-ക്കും ഒക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ മതി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ ഒന്നാമത് നിൽക്കുന്ന CITU-കാരൻ ആ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചാർട്ടൊന്നിടയ്ക്ക് എടുത്തു നോക്കുന്നത് നല്ലതാണ്. അവിടെ 1ാം സ്ഥാനത്ത് ഭാരതീയ മസ്ദൂർ സംഘുണ്ട്, 2ാം സ്ഥാനത്ത് നിങ്ങളില്ല. 2ാം സ്ഥാനത്തുള്ള INTUC എങ്കിൽ 3ാം സ്ഥാനത്ത് നിങ്ങളില്ല. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് AITUC. 4ാം സ്ഥാനത്തും നിങ്ങളില്ല. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹിന്ദുസ്ഥാൻ മസ്ദൂർ സംഘ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന CITU-കാരന്റെ അഹങ്കാരമായി കാണിക്കുന്ന കേരളത്തിൽ വെച്ച് പൊറുപ്പിക്കില്ല. അടുത്ത കാലത്ത് തന്നെ ഈ ചെങ്കൊടിയെല്ലാം വലിച്ചു കീറി ഏതെങ്കിലും മൂലക്കിട്ടുകൊണ്ട് അവിടുന്ന് കാവ്യ പതാകയുമേന്തി ഭാരതീയ മസ്ദൂർ സംഘിന്റെ കൊടിയുടെ ആ പതാകവാഹകരായി ഓരോ ജീവനക്കാരും കടന്നുവരും, ഓരോ തൊഴിലാളിയും കടന്നുവരും എന്ന് തന്നെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ 2 തൊഴിലാളി വിഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന് ഭാരതീയ മസ്ദൂർ സംഘ്, ഭാരതീയ മസ്ദൂർ സംഘിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ. 2 ഭാരതീയ മസ്ദൂർ സംഘിലേക്ക് വരാനിരിക്കുന്ന തൊഴിലാളികൾ. 2 വിഭാഗമേ ഭാരതത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ മുന്നിലുള്ള പല ആളുകളും വളരെയേറെ പ്രായമുള്ള ആളുകളാണ്. അവരൊക്കെ ആവേശം ചോരാതെ ഭാരതീയ മസ്ദൂർ സംഘിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വരും തലമുറ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുകയും ഭാരതീയ മസ്ദൂർ സംഘിന്റെ പതാകവാഹകരായി കടന്നു വരികയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ യൂണിറ്റ് സമ്മേളനം അല്ലെങ്കിൽ ഇന്നത്തെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.